കേന്ദ്ര ഗതാഗത നിയമം കർശനമാക്കുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ 40ഓളം KSRTC സ്ക്രാപ്പ് വിഭാഗത്തിലേക്ക് 15 വർഷം പിന്നിട്ട ബസ്സുകൾ ഫിറ്റ്നസ് പുതുക്കി ഓടിക്കാമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭേദഗതി. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന കേന്ദ്ര ഗതാഗത നിയമം നടപ്പിലായാൽ ജില്ലയിൽ 40ലേറെ KSRTC ബസ്സുകൾ സ്ക്രാപ്പ് വിഭാഗത്തിലേക്ക് നീക്കേണ്ടി വരും. KSRTC ബസ്സുകളുടെ കാലാവധി 20 വർഷമായി നീട്ടിയ സംസ്ഥാന സർക്കാരിന്റെ ഭേദഗതി നിയമത്തിന് കേന്ദ്ര സർക്കാർ അനുമതിയില്ല. സംസ്ഥാനത്ത് 2000ഓളം KSRTC ബസ്സുകളാണ് കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന ഗതാഗത നിയമത്തിൽ പുറത്താകുന്നത്. 15 വർഷം പിന്നിട്ട ബസ്സുകൾ ഫിറ്റ്നസ് പുതുക്കി സുരക്ഷ ഉറപ്പുവരുത്തി ഓടിക്കാമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭേദഗതി. ആവശ്യമായ പുതിയ ബസ്സുകൾ ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു ഈ ഭേദഗതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകാത്തതിനാൽ KSRTC കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ 40ലേറെ ബസ്സുകൾ അൺഫിറ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പുകപരിശോധന നടത്തിയും മറ്റുമായി ഫിറ്റ്നസ് പുതുക്കി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ പോർട്ടലിൽ ഈ ബസ്സുകൾ പുറത്തായി. കേന്ദ്ര നിയമം മറികടക്കുവാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സ്വീകരിക്കാതെ ഓടുന്ന വാഹനങ്ങൾ അനധികൃത സർവീസ് എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. ജില്ലയിൽ ഈ ബസ്സുകളുടെ ഓട്ടം നിലയ്ക്കുമ്പോൾ പകരം ബസ്സുകൾ എത്തിയില്ലെങ്കിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നുമായി ബന്തെടുക്ക, കൊന്നക്കാട്, ചിറ്റാരിക്കാൽ, പാണത്തൂർ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാർ ദുരിതത്തിലാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.